ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലെ രാജാക്കാടിലാണ്. രാജാക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നേരിടുന്ന പ്രതിസന്ധികളാണ് ഇന്ന് ഞാനിലൂടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. തോട്ടം കാർഷിക മേഖലയിലെ സാധാരണക്കാരുടെ പ്രധാന ആശ്രയമായ ഈ ആശുപത്രിയിൽ നിലവിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, മരുന്നില്ല. മുൻപ് കിടത്തി ചികിത്സ വരെ ഉണ്ടായിരുന്ന ആശുപത്രിയാണ് ഇപ്പോൾ ശോചനീയമായ അവസ്ഥയിലുള്ളത്. ഞാനിലൂടെ ചോദിക്കാൻ ആരംഭിക്കുന്നു. സ്വാഗതം. ഒരു കാലത്ത് കിടത്തി ചികിത്സ പോലും ഉണ്ടായിരുന്ന ആശുപത്രിയാണ് രാജാക്കാടിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. നിലവിൽ ഇപ്പോൾ OP പോലും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. നേരത്തെ 250-300 രോഗികൾ വരെ ദിവസേന എത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 100-150 ആയി. പലപ്പോഴും ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് തന്നെ രോഗികൾ ഇവിടെ വന്ന് നിരാശരായി മടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ വിവരിക്കുന്നതിനായി നാട്ടുകാരൊപ്പം നമ്മളോടൊപ്പം ചേരുന്നു. ഇതൊക്കെയാണ് നിലവിലെ രാജാക്കാട് മുല്ലക്കാനം CHSന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. നമ്മുടെ ആശുപത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മുല്ലക്കാനത്തെ ആശുപത്രി ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഏത് നിമിഷവും മരിക്കാവുന്ന ഒരു അവസ്ഥയിലോട്ട് ഇപ്പോൾ ഈ ആശുപത്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഒരു പ്രധാന സ്ഥലമായ രാജാക്കാട് കാർഷിക മേഖലയും തോട്ടം തൊഴിലാളികളും ഉള്ള ഒരു സ്ഥലമാണ്. ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയവും അഭയവുമായിരുന്ന ഈ മുല്ലക്കാനം ആശുപത്രിയിൽ ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രമായി മാറിയിരിക്കുകയാണ്. ആ ഒരു ഡോക്ടർ എല്ലാ ദിവസവും പോലും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഓട്ടോറിക്ഷ പോലുള്ള ആളുകൾ ഓട്ടോറിക്ഷ പോലെ വാഹനങ്ങൾ വിളിച്ച് ഇവിടെ മരുന്ന് വാങ്ങാൻ വരുമ്പോൾ ആളുകൾക്ക് മരുന്ന് കിട്ടാതെയും ഡോക്ടറെ കാണാൻ പറ്റാതെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയോട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ 5 പഞ്ചായത്തുകൾക്ക് ആശ്രയമായിരിക്കുന്ന ഈ ആശുപത്രി ഇന്ന് ആർക്കും ഒരു ഗുണമില്ലാത്ത രീതിയിലിരിക്കുകയാണ്. മരുന്നില്ല, കിടത്തി ചികിത്സയില്ല, കുടിവെള്ളമില്ല, ആവശ്യം ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല. 9 വർഷമായിട്ട് ഇവിടെ LDF സർക്കാരാണ് ഭരിക്കുന്നത്. ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നതും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതും ഇവിടെ കേരള സംസ്ഥാനം ഭരിക്കുന്നതെല്ലാം LDF സർക്കാരാണ്. ഈ ആശുപത്രിയുടെ മൂക്കിന് കീഴിലൂടെ ദിവസേന യാത്ര ചെയ്യുന്ന ഇടുക്കിയുടെ ഉടുമ്പൻചോലയുടെ മുൻ മന്ത്രി, ഇപ്പോഴത്തെ MLA-മായിരിക്കുന്ന MM മണി ഈ ആശുപത്രിക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ചിരൽ വിരൽ പോലും അനക്കുവാൻ കഴിഞ്ഞിട്ടില്ല. വളരെ രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, LDF ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ ആശുപത്രിക്കെതിരെ ആ ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ തന്നെ ഇവിടുത്തെ LDFന്റെ ആളുകൾ സമരം ചെയ്തു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടുത്തെ മന്ത്രിമാരും അതുപോലെ തന്നെ ഒരു ടൈം മന്ത്രിയായും ഇപ്പോൾ 2ാം ടൈം MLA-യുമായി നടക്കുന്ന MM മണി ഉൾപ്പെടെയുള്ള ആളുകളും അദ്ദേഹത്തിന്റെ മകൾ ഭരിക്കുന്ന പഞ്ചായത്ത് രാജാക്കാട് പഞ്ചായത്തിലാണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയുടെ ആളാണ് ഇവിടുത്തെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടി സംവിധാനത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ മകൾ ഇപ്പോൾ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കാണ്. ഇവരെല്ലാം കൂടി ആലോചിച്ച് ഈ ആശുപത്രിക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഇവിടുത്തെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവിടെ സമരം LDF നടത്തിക്കൊണ്ട് ഞങ്ങൾ സമരമുഖത്താണ് എന്നാണ് പറയുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. 100 കണക്കിന് ആളുകൾ വന്ന് ഡെയിലി മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ ഈ ആശുപത്രി ഉണ്ടായിരുന്നു. 6ഉം 7ഉം ഡോക്ടർമാർ വരെയും ഇവിടെ ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ഒരു മെഡിക്കൽ ഓഫീസർ തന്നെ മാറിയിരിക്കുകയാണ്. ഈ മെഡിക്കൽ ഓഫീസർ ഒന്ന് ചിന്തിക്കേണ്ടത്, ഇവിടെ 100 കണക്കിന് പാവപ്പെട്ട ആളുകൾ പണിയും മെനക്കെട്ട് ഇവിടെ വരുമ്പോൾ വണ്ടിയും വിളിച്ച് വന്ന് ഡോക്ടറെ കാണുവാൻ വരുമ്പോൾ ഡോക്ടറെ കാണാണ്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, ഈ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടു, ഈ കെട്ടിടത്തിന് ചുറ്റും കോടിക്കണക്കിന് ഇവിടെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദരണീയനായ ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ് 1 കോടി രൂപയുടെ അടുത്തുള്ള ഒരു ഫണ്ട് ഈ ആശുപത്രിക്ക് അനുവദിച്ചതിന്റെ പേരിലാണ് ഇവിടെ വനിതാ വാർഡിന്റെ പ്രവർത്തനം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ കോടിക്കണക്കിന് രൂപ മുടക്കി ഇവിടെ ആശുപത്രിക്ക് വേണ്ടി പണി ചെയ്യുകയും മെയിൻ്റനൻസ് പണി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹോസ്പിറ്റൽ, മരിക്കാൻ കിടക്കുന്ന ഈ ഹോസ്പിറ്റലിന് വേണ്ടി ഇങ്ങനെ പണം മുടക്കിക്കൊണ്ട് ആരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ട തട്ടിപ്പ് നടത്തുവാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നൊരു സംശയമുണ്ട്. കാരണം ഈ ഫണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ കെട്ടിടം പണിത് തീർത്തിട്ട് ഇവിടെ ഡോക്ടർ ഇല്ലാതെയും നേഴ്സ് ഇല്ലാതെയും ഈ ആശുപത്രി അടച്ചു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജാക്കാട്ടിലെ സാമൂഹികാരോഗ്യ കേന്ദ്രം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ആശുപത്രി, അത് ഇന്ന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ആളുകൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദി ഈ ഗവൺമെൻറ്റും
ഭരണസാരഥ്യം വഹിക്കുന്ന ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തും കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഗവൺമെൻറ് LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന 2016 മുതൽ ഈ ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തുമെന്നുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും അതിനനുസരിച്ചുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാക്കുമെന്ന് പറയുകയും ചെയ്തിട്ട് ഇപ്പോൾ 8 വർഷം പിന്നിട്ട് 9ാം വർഷത്തിലേക്ക് കടന്നിരിക്കുക. ഇന്ന് ഈ ആശുപത്രി ഇതിന് മുൻപ് ലഭിച്ചുകൊണ്ടിരുന്ന സൗകര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ആശുപത്രിക്ക് ആവശ്യമായ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്ന സാഹചര്യം ഇപ്പോഴില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഒരു രോഗി അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ സിറിഞ്ച് പോലും അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഡോക്ടർമാരിന് ആവശ്യത്തിനുള്ള ഡോക്ടർമാർ ഒരു 3-4 ഡോക്ടർമാർക്ക് ഉണ്ടായിരുന്ന സമയങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള മറ്റ് സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. കിടത്തി ചികിത്സ വരെ ഉണ്ടായിരുന്നു. ആ ചികിത്സ നിഷേധിച്ചു എന്ന് മാത്രവുമല്ല, ചെല്ലുന്ന രോഗികളെ നിന്ന് പരിശോധിക്കാൻ ഒരു ദിവസം പല പ്രദേശങ്ങളിൽ നിന്നും കടന്നു വരുന്ന 10, 15, 20 കിലോമീറ്റർ ദൂരെ നിന്ന് വരെ വരുന്ന രോഗികൾക്ക് അവരെ ഒന്ന് പരിശോധിക്കാൻ ഒരു ഡോക്ടർ പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ വന്ന രോഗികൾ നിരാശരായി മടങ്ങിപ്പോകുന്ന ഒരു ദയനീയമായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ ആരോഗ്യ മേഖലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഈ രാജാക്കാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CHSC എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിന് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഈ ആശുപത്രിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആതുര ശുശ്രൂഷ രംഗത്ത് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ്. നിരവധിയായ രോഗികളെ ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 100-150 കിലോമീറ്റർ താണ്ടി പോകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ ലക്ഷങ്ങളും കോടികളും മുടക്കി നമ്മുടെ ഇവിടെ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുല്ലക്കാനം CHCയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്തുന്ന യാതൊരു സംവിധാനവും ഇപ്പോൾ ഇവിടെയില്ല. അതുപോലെ തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആഴ്ചയിൽ 1 വീതം പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്ടേഴ്സ് വരികയും അവരെല്ലാം രോഗികളെ പരിശോധിക്കുകയും മരുന്ന് കൊടുക്കുകയും രോഗികളെ കിടത്തി ചികിത്സിക്കുകയും അവിടുത്തെ ഒരു സന്നദ്ധ സംഘടന അവിടെ ഉച്ചഭക്ഷണവും സൗജന്യമായി വിതരണം ചെയ്യുകയും എന്ന് പറയുന്ന നല്ല നിലയിൽ ഒരു സ്വകാര്യ ആശുപത്രി കടപിടിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇന്ന് ഈ നിർജ്ജീവാവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്നോ എന്നാണ്. എന്തായാലും ഒരു കാര്യം ശരിയാണ്, ഇവിടുത്തെ സാധാരണ ജനത്തിന് യാതൊരുവിധ പരിഗണനയും കിട്ടുന്ന ഒരു അന്തരീക്ഷം അവിടെ ഇല്ല. 100-150 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ രോഗിയില്ല, ഡോക്ടറില്ല, ഡോക്ടറുള്ളപ്പം മരുന്നില്ല, മരുന്നും ഡോക്ടറുള്ളപ്പം സ്റ്റാഫില്ല. വളരെ ദയനീയാവസ്ഥയിൽ പോവുകയാണ്. ഈ പ്രദേശത്തിൻ്റെ സാഹചര്യം മനസ്സിലെടുത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലാക്കി അധികൃതർ ഉടനടി അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് അതിൻ്റെ ഗുണം ജനത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കണമെന്നാണ് പൊതുജനങ്ങൾ എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായം. രാജാക്കാട് ആശുപത്രി കുറച്ച് കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഡോക്ടർ പോലും ഇല്ലാത്തൊരു സ്ഥിതിയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം ആളുകൾ ചെല്ലുമ്പോൾ ചീട്ടെഴുതാൻ ഒരു ആശാ വർക്കർ അവിടെ ഇരിപ്പുണ്ട്. ഒരു നേഴ്സും ഒഴിച്ചാൽ ആശുപത്രിയിലെ മറ്റൊരു സംവിധാനവുമില്ല. അവിടെ ഒരു ദിവസം 200-250 OP ഒരു ദിവസം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആളുകൾ രാജാക്കാട് പഞ്ചായത്തിലെ മൈസമാലി പഞ്ചായത്ത്, അതുപോലെ രാജകുമാരി പഞ്ചായത്ത് തുടങ്ങിയ സേനാപതി പഞ്ചായത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ചികിത്സയ്ക്കായി എത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ആശുപത്രി വന്നു കഴിഞ്ഞാൽ ഒരു സംവിധാനവും ചികിത്സയുമില്ല. ഏതെങ്കിലും ഒരു മരുന്ന് ചോദിച്ചാൽ ആ മരുന്നില്ല. എല്ലാം പുറത്തേക്ക് കുറിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അത് ഡോക്ടർ ആഴ്ചയിൽ 2 ദിവസം പോലും ഡോക്ടറില്ല. ആകെ ഒരു മെഡിക്കൽ ഓഫീസർ മാത്രമാണ് ഉള്ളത്. മെഡിക്കൽ ഓഫീസർ ഓരോ ദിവസവും അദ്ദേഹത്തിന് മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോവുകയാണ്. ആശുപത്രി ഒരു സംവിധാനവുമില്ല. ആളുകൾ നിരാശയോടെ ഒരു 10 പൈസയ്ക്ക് മാർഗമില്ലാത്ത കൂലിവേല ചെയ്ത് നടന്നിരുന്ന ആളുകൾ ഇന്നിപ്പോൾ ആശുപത്രിയിൽ ചെന്നാൽ ഇത് ആശുപത്രി കണ്ടിട്ട് പോരാം എന്നതിനപ്പുറത്തേക്ക് ഒരു ചികിത്സയും കിട്ടാത്ത സ്ഥിതിവിശേഷമാണ്. ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അതുപോലെ നമുക്ക് MLA ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റാണ് ഇവിടെ ആവശ്യമായ മരുന്ന് കൊടുക്കേണ്ടതും അതുപോലെ സ്റ്റാഫ് പാറ്റേൺ ക്രമീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ നിരവധി നിവേദനങ്ങളൊക്കെ ആളുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടുത്തെ മർച്ചന്റ് അസോസിയേഷൻ അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇത് നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. നിരവധിയായ സമരങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു മനോഭാവമായിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആതുര സേവന രംഗത്ത് നല്ലൊരു ആശുപത്രി ഇല്ലാതെ രാജാക്കാട്ടിലെ ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
നമുക്കറിയാം CHS ആയി ഉയർത്തിയ മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഒരു കാലത്തും ഡോക്ടർ ഇല്ലാതെയും മരുന്നില്ലാതെയും വേണ്ട ചികിത്സ കിട്ടാതെയും ആളുകൾക്ക് ഉപകാരപ്പെടാത്ത സ്ഥിതിയാണുള്ളത് എന്ന് നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിലുള്ള ഒക്കെ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ ഭരണം നടത്തുമ്പോൾ അവരുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷക്കാർ ഇവിടെ സമരമുഖത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കേരള സംസ്ഥാനവും ഈ ആശുപത്രിയുടെ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാം ഇടതുപക്ഷം ഭരിച്ചിട്ടും ഈ ആശുപത്രിക്ക് വേണ്ടി ചെറുവിരൽ അനക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നിലവിൽ കിടത്തി ചികിത്സയുണ്ടായിരുന്ന ആശുപത്രിയിൽ ആ അവസ്ഥ നിലച്ചു. ഇപ്പോൾ ഡോക്ടർമാർ തന്നെ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ആശുപത്രി എത്തിച്ചേരുകയാണ്. അപൂർവ ദിവസങ്ങളിലാണ് ഇവിടെ OP തന്നെ പ്രവർത്തിക്കുന്നതിന് ഒരു ഡോക്ടർ രംഗത്തുള്ളത്. നമുക്കറിയാം, ഇന്ന് ഈ സാധാരണ കാർഷിക മേഖലയെ സംബന്ധിച്ച് ഒരു അസുഖം വന്നാൽ, മിനിമം ഒരു പനി വന്നാൽ 1000 രൂപയെങ്കിലും ചികിത്സാ ചെലവ് വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കയറിയ ഗവൺമെൻറ് ഈ ആശുപത്രിക്ക് വേണ്ടി ചെറുവിരൽ നനക്കാൻ തയ്യാറാകുന്നു. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഈ ആളുകൾ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അവിടെ സേവനം അനുഷ്ഠിക്കുന്ന മെഡിക്കൽ ഓഫീസറെ സംബന്ധിച്ച് പകുതി ദിവസം ഓഫീസ് കാര്യങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ആള് ആബ്സെൻ്റ് ആകുന്നു. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ രോഗികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണുള്ളത്. ആതുര സേവന രംഗത്തെ ആളുകൾക്ക് ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി ഈ ആശുപത്രിയെ പരിഷ്കരിക്കുകയും ഇവിടെ കിടത്തി ചികിത്സ പുനരാരംഭിക്കുകയും വേണ്ടത്ര ഡോക്ടർമാരെ നിയമിക്കുകയും ചെയ്യാനുള്ള സന്നദ്ധത ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. രാജാക്കട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി വളരെ മന്ദീപമാണ്. ഇവിടെ ഡോക്ടർമാർക്കില്ല അവസ്ഥ, മരുന്നുകളില്ല അവസ്ഥ, അതുപോലെ ആരോഗ്യരംഗത്ത് ആവശ്യമായ നേഴ്സുമാരില്ല. പരിപാലന രംഗത്ത് ഒരു ആശുപത്രി ചെന്നാൽ സമയത്ത് ഡോക്ടറെ കാണാനോ ചികിത്സ തേടാനോ ആളുകൾക്ക് കഴിയുന്നില്ല. ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ കോവിഡിന് ശേഷം ആരോഗ്യപരമായ രംഗത്ത് വളരെ പരാജയമാണ് ആരോഗ്യരംഗം. കേരളമെമ്പാടെയും പ്രത്യേകിച്ച് രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രവും അവിടെ ഡോക്ടർമാർ വരുന്ന കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ പോവുകയാണ്. അത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ നമ്മുടെ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ആശുപത്രി നിർമ്മിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. അതിൻ്റെ പ്രസിഡന്റ് പറഞ്ഞാൽ ഡോക്ടർ കേൾക്കില്ല, ഡോക്ടർ പറഞ്ഞാൽ പ്രസിഡന്റ് കേൾക്കില്ല. അത്ര അവസ്ഥയാണ് ഇപ്പോൾ സംസാരമായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡോക്ടർമാരോട് ഇരിക്കാൻ കഴിയാണ്. അവരുടെ കോൺട്രാക്ട് വ്യവസ്ഥ വരുന്ന ഡോക്ടർമാരെ മാസശമ്പളത്തിന് പകരം ഡെയിലി ശമ്പളം കൊടുത്ത് ആൾക്കാരെ അകറ്റിവിടുന്ന പരിപാടിയാണ് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ചെയ്യുന്നത്. കോൺട്രാക്ട് വ്യവസ്ഥയിൽ 2-3 ഡോക്ടർമാർ വന്നു, NHMൻ്റെ ഡോക്ടർമാർ വന്നു, അതുപോലെ സർക്കാർ കോൺട്രാക്ട് വ്യവസ്ഥയിൽ എടുക്കുന്ന ഡോക്ടർമാർ വന്നു. അവരെല്ലാം പറഞ്ഞ് ഡെയിലി വേസ് എന്ന രീതിയിൽ മാസശമ്പളം കൊടുക്കാൻ പറഞ്ഞു വിട്ട് ആശുപത്രി നശിപ്പിക്കുന്ന സംവിധാനമാണ് ഈ ഇടതുപക്ഷ മുന്നണിയും പ്രത്യേക മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളും അതിൻ്റെ നേതാക്കന്മാർ നടത്തി വരുന്നത്. അതുപോലെ ഡോക്ടർമാരുമായിരുന്നു കൂട്ടുവയ്ക്കുന്നത്. ആ ഡോക്ടറെ ഇവിടുന്ന് മാറ്റിയിട്ട് വേണം മറ്റു ഡോക്ടർമാരെ വരുത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുവനും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് സംബന്ധിച്ചു പോയ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ എന്നിട്ട് പോലും ആ ഡോക്ടർമാരെ മാറ്റുന്ന കാര്യത്തിൽ അനാസ്ഥ വിചാരിക്കുകയാണ്. എന്തായാലും ഈ ഡോക്ടറെ സഹായിക്കാൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നേർനിരയിലുള്ള 1-2 വ്യക്തികളെ അദ്ദേഹത്തെ സഹായിക്കുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പ്രധാനമായൊരു കാർഷിക തോട്ടം മേഖലയാണ് നമ്മൾ. സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഒരു നേരിടുന്ന ഒരു പ്രതിസന്ധി എന്തൊക്കെയാണ്? സാധാരണക്കാരായ ആളുകളാണ് നമ്മുടെ ഈ രാജക്കാട്, വൈക്കമ്മാലി, രാജകുമാരി പഞ്ചായത്തിൻ്റെ മേഖലകളിൽ നിന്നാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ഇവിടെ ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലുകളിൽ പോകേണ്ടതെന്ന് പറഞ്ഞാൽ അടിമാലി തൊട്ട് താഴേക്കാണ് ആളുകൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. ഇവിടെ മുൻകാലങ്ങളിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറിന് വന്നതിന് ശേഷമാണ് ഇതെല്ലാം കാര്യക്ഷമമല്ലാണ്ടായത്. പിന്നെ ഇവിടെ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ ഇവരുടെയെല്ലാം ശോചനാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടം ഇല്ലാത്ത അവസ്ഥയിലേക്കായി. ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നപ്പോൾ വന്നു പോകുന്ന ആളുകൾ ഓട്ടം വിളിച്ച് റിട്ടേൺ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഓട്ടോറിക്ഷ രാവിലെ വന്ന് ഇങ്ങനെ വെയിലും കൊണ്ട് ഇവിടെ കിടക്കുക എന്നുള്ള മാത്രമുള്ള മാർഗം. പല സമരങ്ങളും പല പ്രാദേശിക പാർട്ടികളുടെ ആണെങ്കിലും ഇവിടെയുള്ള മർച്ചൻറ്റുകാരും എല്ലാവരും സമരങ്ങളും നടത്തിയെങ്കിലും യാതൊരു
ഫലവും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പറയാനുള്ളൂ. പിന്നെ സ്റ്റാഫ് നേഴ്സിൻ്റെ എണ്ണത്തിൽ തീരെ കുറവ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെഡിസിനുകളില്ല. മെഡിസിനുകൾ ഭൂരിഭാഗവും മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് കുറിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ്. നമ്മളിത് ബ്ലോക്ക് പഞ്ചായത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് പറയാനിടയായ കാരണം നമ്മുടെ മെഡിക്കൽ ഓഫീസർ എഴുതി കൊടുക്കുന്നതനുസരിച്ചാണ് നമുക്ക് ഇങ്ങോട്ട് മെഡിസിനുകൾ വരുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതൊക്കെയാണ് ഇവിടുത്തെ ഡോക്ടറുടെ കഴിവേടമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ ചെറിയ ഒരു മുറിവോ ജലദോഷപ്പനിയോ വന്നാൽ പോലും അടിമാലി തൊട്ട് താഴത്തേക്കുള്ള ഹോസ്പിറ്റലിൽ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ സമരപരിപാടി ഇവിടെയുള്ള ആളുകളെ ഇറക്കി നമുക്ക് സമരങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നു. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അന്വസിക്കുന്ന ഈ രാജാക്കാട് മേഖലയിൽ 6 പഞ്ചായത്തിലെ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരാശുപത്രി അതിപ്പോൾ ഒരു നിലച്ച അവസ്ഥയിലാണുള്ളത്. അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവേണ്ടത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ്. അത് അവിടെ OP അടക്കം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ അവിടെ മരുന്നില്ല, ഡോക്ടർമാരില്ല, OP പോലും പ്രവർത്തിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഗവൺമെൻറ്റും ത്രിതല പഞ്ചായത്ത് അധികാരികളും എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെ വിഷയങ്ങൾ, ആതുര ശുശ്രൂഷ രംഗത്തുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ഉള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ആശുപത്രിയിലെ ആവശ്യം പറഞ്ഞ് പ്രായം ചെന്ന ഒരു ഓട്ടോയും വിളിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോക്ടറില്ല, മരുന്നും തരില്ല. നമ്മൾ അവിടെ ഇരുന്ന് വിഷമിക്കും. ഇങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ആശുപത്രി. പ്രായം ചെന്നവർക്ക് ഒരു അഭയമല്ലേ നമുക്കൊരു ഗവൺമെൻറ് ആശുപത്രി. നിലവിലെ ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല. നമ്മൾ ചെന്ന് അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. നമ്മളവിടെ ചെല്ലുക, പോരുക, ഓട്ടോ വിളിച്ച് പോരുക, വൈകുന്നേരം വരെ ഇരിക്കുക, പോരുക. തളർന്ന് വീണാൽ അതിനും ഒരാളില്ല. മരുന്നുകളൊന്നും ഇല്ല അവിടെ. ഒരു പേര് മാത്രമേ ഉള്ളൂ ഒരാശുപത്രി. രാജാക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം പദവിയിൽ മാത്രമേ ഉള്ളൂ. ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്ററിൻ്റെ നിലവാരം പോലുമില്ല. രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും കിടത്തി ചികിത്സ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. മരുന്നുകൾ അനുവദിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ 20 ആണ്ടുകളായി തികച്ചും അവഗണന ഏറ്റുവാങ്ങുന്ന ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ നിലവാരം പോലും ഇല്ലാത്ത സാമൂഹിക ആരോഗ്യ കേന്ദ്രമാണ് രാജാക്കാട് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നതിൽ അതിയായ ദുഃഖമുണ്ട്, വേദനയുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം മുതൽ സകലമാന രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അധികാര സ്ഥാനങ്ങളിലുള്ളവരെയും കണ്ട് പരാതികളും പരിഭവങ്ങളും ബോധിപ്പിച്ചിട്ടും ഒരു കരുണയുടെ വാതിൽ തുറക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മാറി മാറി വന്ന ഭരണ സംവിധാനങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്പം പോലും മുൻകൈ എടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. ഹൈറേഞ്ച് മേഖലയിൽ അടിമാലി കഴിഞ്ഞാൽ കട്ടപ്പനയ്ക്കുള്ളിലായിട്ട് നിരവധിയായിട്ടുള്ള സാധാരണക്കാർക്ക് ഒരു ആശ്രയമായിട്ട് വരേണ്ട ഈ സ്ഥാപനത്തെ ഇത്രയും അവഗണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് പ്രദേശവാസി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നാളുകളായിട്ട് മുല്ലക്കാനത്ത് ആശുപത്രി ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട് യാതൊരു വിധമായ മരുന്നുകളോ ഡോക്ടർമാരോ ഒന്നും ഇല്ല. എനിക്ക് ഷുഗറിൻ്റെ അസുഖങ്ങളുണ്ട്. പക്ഷെ ഞാൻ നെടുങ്കണ്ട ആശുപത്രിയിലും മറ്റ് ഈ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെയാണ് ഞാൻ പോകുന്നത്. നേരത്തെ സ്ഥിരമായിട്ട് ഞാൻ അവിടെ മുല്ലക്കാൻ ആശുപത്രിയിൽ പോയി ഇൻസുലിനും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഡോക്ടർമാരില്ല, പിന്നെ ഇൻസുലിനില്ല, പിന്നെ മറ്റ് ഗുളികളോ മരുന്നുകളോ ഒന്നുമില്ല. രാജാക്കാട് സാമൂഹിക കേന്ദ്രത്തിൽ ഇത്രയും ജനവാസമുള്ള ഈ ഹോസ്പിറ്റലിൽ ഇന്ന് ഇവിടെ പീഡിയാട്രീഷ്യനോ അതുപോലെ ഗൈനക്കോളജിസ്റ്റോ അതുപോലെ യാതൊരുവിധ ഡോക്ടർമാരും ഇന്നേ വരെ ഇവിടെ ഡ്യൂട്ടിക്ക് എത്തിയിട്ടില്ല. അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഒരു ഡോക്ടറേ ഉള്ളൂ. പീഡിയാട്രീഷ്യനായിട്ടും ഗൈനക്കോളജി ആയിട്ടും എല്ലാ വിഭാഗത്തിനും നോക്കുന്ന ഒരു ഡോക്ടർമാരേ ഉള്ളൂ. ഇത് താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നേ വരെ യാതൊരുവിധ നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നല്ലേ, തീർച്ചയായിട്ടും. ഇവിടെ അടുത്ത് നിന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 28 കിലോമീറ്റർ യാത്ര ചെയ്യണം താലൂക്ക് ആശുപത്രി അടിമാലി.
സാഹചര്യമാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത്. ഒരാവശ്യത്തിന് പോലും വരുമ്പോൾ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥ. ഒരാവശ്യത്തിന് പോലും വരുമ്പോൾ ഡോക്ടർ ഇല്ല. ഒരു എമർജൻസിക്ക് വന്നാൽ ഇല്ല. അതായത് അവർ നേരത്തെ പോകും. 2 മണി 2:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർമാരില്ല. പിന്നെ എന്ത് ചെയ്യും? പ്രായമായ കാരണവന്മാരെയും കൊണ്ട് 28 കിലോമീറ്റർ യാത്ര ചെയ്ത് അടിമാലി ചെല്ലണം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാവർക്കും സാഹചര്യമില്ലല്ലോ. എല്ലാവർക്കും ഒരേ സാമ്പത്തിക സ്ഥിതിയല്ല. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ എന്ത് ചെയ്യും? ഈ 28 കിലോമീറ്റർ യാത്ര ചെയ്ത് അടിമാലിക്ക് കയറണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. മുല്ലക്കാനും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ സാധാരണക്കാരന് ഒത്തിരി ഉപകാരപ്പെട്ട ഒരു ഹോസ്പിറ്റലായിരുന്നു. ഈ സാധാരണക്കാരന് മരുന്ന് മേടിക്കാന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് മേഖലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചാർജ് മേടിക്കുന്ന സമയത്ത് സാധാരണക്കാരന് ഉപയോഗപ്പെടുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അതിന്റെ അവസ്ഥ ഇപ്പോൾ ദയനീയമാണ്. ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, മരുന്നുകളില്ലാത്ത അവസ്ഥ. അത് നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് വളരെ ദയനീയ ഒരു അവസ്ഥയാണ്. പ്രൈവറ്റ് മേഖലയിൽ പോകുന്നിടത്ത് നമുക്ക് കണ്ടമാനം പൈസകൾ മേടിച്ചാണ് ഒരു ചികിത്സ നടത്തുന്നത്. നമ്മുടെ സർക്കാർ ഇങ്ങനെയൊരു ഡോക്ടർമാർ വെക്കുകയാണെങ്കിൽ ഇവിടെ സാധാരണക്കാർക്ക് നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നതായിരുന്നു. ഈ മലയോര മേഖലയിൽ ഈ പനി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി ആളുകൾക്ക് രോഗം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. അതിൽ നിന്നൊരു മുക്തിയാണെങ്കിൽ ഇങ്ങനെ സർക്കാർ കണ്ണു തുറന്ന് ഡോക്ടറെ വെച്ച് അവിടെ കിടത്തി ചികിത്സ നടത്തുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു. കാരണം നമുക്കിവിടെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ മുല്ലക്കാനം ആശുപത്രിയാണ്. ആ ആശുപത്രി ചെന്നെങ്കിൽ പോലും നിലവിൽ ഡോക്ടർമാരില്ല, കിടത്തി ചികിത്സയില്ല. നമ്മൾ കാരണവന്മാരെ കൊണ്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ഒരു ദിവസം കടയിൽ നിന്നൊക്കെയാണെങ്കിൽ അവിടെ ചെല്ലുന്നതാണ്. ഇതിനുവേണ്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ കുട്ടികൾ ഡോക്ടറും ഇല്ല, ഒന്നുമില്ല, മരുന്നില്ല. അതുപോലെ ഡോക്ടർ കുറിക്കുന്ന മരുന്നുകളെല്ലാം പുറത്തുനിന്ന് മേടിക്കേണ്ട അവസ്ഥ. അതൊക്കെ ഭയങ്കര ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരത്തെ ഡോക്ടർമാരുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർമാർ പകുതി ദിവസം ഡോക്ടർമാരില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. OP ശരിക്കും നടക്കുന്നില്ല എന്ന് പറയാം. കാരണം പകുതി ദിവസം സമയങ്ങളിൽ ഡോക്ടറില്ല. നേരത്തെയൊക്കെ വെച്ചാൽ വൈകുന്നേരം വരെ ഡോക്ടർ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം വരെ ഡോക്ടർ ഇല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ താലൂക്ക് ആശുപത്രിയിലെ മരുന്നിന് പോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫിന് ഇൻസുലിൻ കൊടുക്കുന്നത് ഇൻസുലിൻ ഇല്ല, ഗുളികയില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത് മരുന്നൊന്നും ഇല്ലാന്ന് വെച്ചാൽ ഞാൻ പ്രൈവറ്റ് ആശുപത്രി പോയാൽ മരുന്ന് വാങ്ങിയത്. ഡോക്ടർമാർ ഒരു ഡോക്ടർ കാണും, അത് ഒരു ഡോക്ടറും കാണും, ഒരു 100-150 രോഗികളും കാണും. ഇത് ഒരു ഉച്ച വരെ നിന്നാലും തീരില്ലാത്ത അവസ്ഥയാണ്. ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് അവിടെ മരുന്ന് ഗുളിക എന്ന് പറഞ്ഞ് ഗുളിക പേരിന് 1-2 ഗുളിക എന്തിനു തരുവാലുണ്ട്. മെയിനായിട്ട് ഇൻസുലിനാണ്, ഇൻസുലിൻ ഇല്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഈ രോഗികൾ എത്തുമ്പോഴാണ് പലപ്പോഴും രോഗികൾ 10-100-150 രോഗികൾ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു ലേഡി ഡോക്ടർ കാണും, ചിലപ്പോൾ ഡോക്ടർ കാണുകയില്ല. പിന്നെ ഗോവിന്ദൻ ഡോക്ടർ ഉണ്ട്, പുള്ളിക്കാരൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇരുന്നായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. ആശുപത്രി നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഡോക്ടർമാരില്ല. അവിടെ കിടത്തി ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ അതൊന്നുമില്ല. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ അവിടെ വണ്ടി കൊണ്ട് ആൾക്കാർ ആശുപത്രി പോയിട്ട് തിരിച്ച് ആ വണ്ടിക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇങ്ങനെയാകുമ്പം ഇവിടുത്തെ പാവപ്പെട്ടവർ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എവിടെ പോകും? ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഭയങ്കര പൈസയാണ്. അങ്ങനെയൊക്കെ സാഹചര്യത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്കിപ്പോൾ ആശുപത്രി പോകണമെങ്കിൽ ഒന്നെങ്കിൽ അടിമാലി പോകണം, അല്ലെങ്കിൽ നെടുങ്കണ്ടം പോകണം. അല്ലാതെ ഇവിടെ ഡോക്ടർമാരുള്ള ഒരു ആശുപത്രി ഇല്ല. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. കെട്ടിടം അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ അവിടെ കെട്ടിടങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് നേരത്തെ കിടത്തി ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ അവിടെ ഡോക്ടർമാരില്ലാത്തൊരു അഭാവമുണ്ട്. അതുപോലെ ആൾക്കാരും ഒത്തിരി ചെല്ലുന്നുണ്ട്, പക്ഷേ ഡോക്ടർമാരില്ല, ചികിത്സിക്കാൻ സൗകര്യമില്ല. രാജാക്കാട് ആശുപത്രി കുറച്ച് കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഡോക്ടർ പോലും ഇല്ലാത്തൊരു സ്ഥിതിയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം ആളുകൾ ചെല്ലുമ്പോൾ ചീട്ടെഴുതാൻ ഒരു ആശാ വർക്കർ അവിടെ ഇരിപ്പുണ്ട്. ഒരു നേഴ്സും ഒഴിച്ചാൽ ആശുപത്രിയിലെ മറ്റൊരു സംവിധാനവുമില്ല. അവിടെ ഒരു ദിവസം 200-250 OP ഒരു ദിവസം ഉണ്ടായിരുന്നതാണ്. ഈ ആളുകൾ രാജാക്കാട് പഞ്ചായത്തിലെ മൈസമാലി പഞ്ചായത്ത്, അതുപോലെ രാജകുമാരി പഞ്ചായത്ത് തുടങ്ങിയ സേനാപതി പഞ്ചായത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ചികിത്സയ്ക്കായി എത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ആശുപത്രി വന്നു കഴിഞ്ഞാൽ ഒരു സംവിധാനവും ചികിത്സയുമില്ല. ഏതെങ്കിലും ഒരു മരുന്ന് ചോദിച്ചാൽ ആ മരുന്നില്ല. എല്ലാം പുറത്തേക്ക് കുറിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അത് ഡോക്ടർ ആഴ്ചയിൽ 2 ദിവസം പോലും ഡോക്ടറില്ല. ആകെ ഒരു മെഡിക്കൽ ഓഫീസർ മാത്രമാണ് ഉള്ളത്. മെഡിക്കൽ ഓഫീസർ ഓരോ ദിവസവും അദ്ദേഹത്തിന് മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോവുകയാണ്. ആശുപത്രി ഒരു സംവിധാനവുമില്ല. ആളുകൾ നിരാശയോടെ ഒരു 10 പൈസയ്ക്ക് മാർഗമില്ലാത്ത കൂലിവേല ചെയ്ത് നടന്നിരുന്ന ആളുകൾ ഇന്നിപ്പോൾ ആശുപത്രി ചെന്നാൽ ഇത് ആശുപത്രി കണ്ടിട്ട് പോരാം എന്നതിനപ്പുറത്തേക്ക് ഒരു ചികിത്സയും കിട്ടാത്ത സ്ഥിതിവിശേഷമാണ്. ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അതുപോലെ നമുക്ക് MLA ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റാണ് ഇവിടെ ആവശ്യമായ മരുന്ന് കൊടുക്കേണ്ടതും അതുപോലെ സ്റ്റാഫ് പാറ്റേൺ ക്രമീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ നിരവധി നിവേദനങ്ങളൊക്കെ ആളുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടുത്തെ മർച്ചന്റ് അസോസിയേഷൻ അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം ഇത് നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. നിരവധിയായ സമരങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. യാതൊരു ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു മനോഭാവമായിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. ഇതിനെതിരെ
വലിയ പ്രതിഷേധം അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇടുക്കിയിലെ ആരോഗ്യ മേഖല ആകമാനം പ്രതിസന്ധിയിലാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി താലൂക്ക് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല, മരുന്നുകളില്ല. മിക്ക ആശുപത്രികളിലും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. എങ്കിലും ഓരോ വർഷവും ലക്ഷങ്ങൾ മുടക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.